എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം നമുക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നതിന് ചില മാർഗങ്ങൾ ഉണ്ട് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതിലൊന്നാമത് അനുതാപത്തിൽ കൂടി ആശ്വാസം പ്രാപിക്കുന്ന കാര്യമാണ്. 2, പ്രാർത്ഥനയിൽ കൂടി ആശ്വാസം പ്രാപിക്കാൻ സാധിക്കുന്നു. നിരാശയും ദുഃഖവും മനക്ലേശവും ആകുലതയും നമ്മളെ അലട്ടുമ്പോൾ യേശുവിൻ്റെ പാദത്തിലെത്തി ഹൃദയം പകരുമ്പോൾ ആശ്വാസം ലഭിക്കും. പഴയ നിയമത്തിൽ വളരെ നിരാശയും ദുഃഖവും നിറഞ്ഞവളാണ് ഹന്ന. അന്നത്തെ സമൂഹത്തിൽ മക്കളില്ലാത്ത സ്ത്രീ ശാപത്തിൻ്റെ പ്രതീകമാണ്. അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമായിത്തീരുന്നു. അവരുടെ കുത്തുവാക്കുകളും പുച്ഛഭാവങ്ങളും ഒക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചത്. അവളുടെ ശബ്ദമില്ലാത്ത പ്രാർത്ഥന അധരങ്ങൾ ചലിക്കുക മാത്രം ചെയ്തു. പുരോഹിതനായ ഏലി അവളെ തെറ്റിദ്ധരിച്ചു. അവൾ മദ്യലഹരിയിലായിരിക്കാമെന്ന് ധരിച്ച് വിമർശിച്ചു. അപ്പോൾ ഹന്ന പറഞ്ഞു, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്. ഉത്കടമായ പ്രാർത്ഥനയുടെ തീവ്രമായ അനുഭവം, ഒച്ചപ്പാടും ബഹളങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒന്നുമില്ലാതെ ഹൃദയം ദൈവത്തിന് മുൻപിൽ പകരുന്ന അനുഭവം, നൊമ്പരപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന തീക്ഷ്ണമായ പ്രാർത്ഥന. ഒരു വലിയ സുവിശേഷകൻ എഴുതി, സ്വയത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ നിരാശരും പരാജിതരുമാകും. സ്നേഹിതരിൽ ആശ്രയിച്ചാൽ അവർ നിങ്ങളെ കൈവെടിഞ്ഞെന്ന് വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയോ കുഴപ്പത്തിലാവുകയോ ഇല്ല. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പിരിമുറുക്കങ്ങൾക്ക് അയവുണ്ടാകാനും നൊമ്പരങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും പ്രാർത്ഥനയിൽ കൂടെ യേശുവിൻ്റെ പാദത്തിലെത്തുക. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ നീറിപ്പുകയുന്ന അനുഭവങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥനയിലൂടെ ഉരുവിടുമ്പോൾ അത് നമ്മളെ ആത്മീയമായി, മാനസികമായും ശാരീരികമായും കൂടുതൽ ആശ്വാസം ലഭിക്കുന്നതിന് ഇടയാക്കും. മറ്റൊരു ചിന്ത, തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിൽ കൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും. റോമാലേഖനം 15:4. തിരുവചനം എല്ലാ സമയത്തും എല്ലാ കാലത്തും തൻ്റെ വായനക്കാർക്ക് ആശ്വാസദായകമായി തീരുന്നുണ്ട്. ദാവീദ് ഭരണാധിപനും രാജാവുമായിരുന്നു. എന്നാൽ തിരുവെഴുത്തിനെ ഇത്രയധികം സ്നേഹിക്കുകയും അതിൽ നിന്ന് ആശ്വാസവും പ്രചോദനവും പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ വിരളമായിരിക്കും. പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ ദാവീദിന് തിരുവെഴുത്ത് എപ്പോഴും ആശ്വാസദായകമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. 119 സങ്കീർത്തനമാണ്. കുടുംബത്തിൽ നിന്നുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളും ചുറ്റുമുള്ള ജനങ്ങളുടെ ശത്രുതയും പോരാട്ടവും, ഇങ്ങനെ മുൾമുനയിൽ കഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു ദാവീദിൻ്റേത്. അദ്ദേഹം സാക്ഷിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് പ്രയോജനമായി. വീണ്ടും ദാവീദ് എഴുതുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. 119 സങ്കീർത്തനത്തിലാണ് ഇതെല്ലാം നമ്മൾ വായിക്കുന്നത്. നാവിൽ 4 റേഡിയം സൂചികൾ തറച്ചു വെച്ചുകൊണ്ട് 7 ദിവസങ്ങൾ റേഡിയം സെല്ലിൽ കഴിച്ചുകൂട്ടിയ അനുഭവം ഒരിക്കൽ ചികിത്സാ സമയത്ത് അനുഭവിച്ച കാര്യങ്ങൾ ഒരാൾ പങ്കുവച്ചു. പുറത്തുനിന്ന് മുറി താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ആശുപത്രി പരിചാരകനല്ലാതെ ആരും അതിൽ കയറുന്നില്ല. ബാഹ്യലോകവുമായി ഒരു സമ്പർക്കവും സാധ്യമല്ലാതെ വേദനയോടും അസ്വസ്ഥതയോടും കൂടി കഴിഞ്ഞ ആ ദിനരാത്രങ്ങളിൽ ആശ്വാസം നൽകിയതും ധൈര്യം നൽകിയതും കയ്യിൽ സൂക്ഷിച്ചിരുന്ന തിരുവെഴുത്ത് മാത്രമായിരുന്നു. അതിലെ സന്ദേശത്തിന് കൂടുതൽ ഹൃദ്യതയും മാധുര്യവും അനുഭവപ്പെട്ടു. റഷ്യയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ യാതന അനുഭവിച്ച ഒരാൾ പിൽക്കാലത്ത് പറഞ്ഞു, മരുഭൂമിയിലെ ശബ്ദം പോലെ സംസാരിക്കാൻ വിശുദ്ധ വേദപുസ്തകം എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു ഭ്രാന്തനായി തീരുമായിരുന്നു. അപ്പോൾ തിരുവചനം കൂടുതൽ ആശ്വാസം നമുക്ക് പകരുന്ന ഒരു മരുന്നാണ്. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാദങ്ങൾ, പ്രയാസങ്ങൾ ഉരുകി ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവവചനം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ആശ്വാസം നേടിയെടുക്കാം. ലോകം മുഴുവനും നമ്മെ കൈവിട്ടാലും, കേൾക്കാതെ പോയാലും, ഒറ്റപ്പെടുത്തിയാലും ദൈവം പ്രാർത്ഥന കേട്ട് ഹന്നായ്ക്ക് മറുപടി കൊടുത്ത ദൈവം ജീവിക്കുന്നു എന്ന ഉറപ്പോടെ നമ്മുടെ ചെറിയ ചെറിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ പകരാം. ആധുനിക ജീവിതത്തിൽ മനുഷ്യൻ അന്താളിച്ച് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ നിൽക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മുടെ അഭയവും പ്രചോദനവുമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ പ്രശംസിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ എങ്ങനെയാണ് ആശ്വാസവും പ്രചോദനവും ലഭിക്കുക എന്നുള്ളത് ദൈവം നമ്മോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഹായകനും ശൈലവുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ നിന്ന് ആശ്വാസം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ ഓർക്കുന്നു. പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ നിരാശകളെ മറികടക്കാനുള്ള കൃപ നൽകണമേ. പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ രോഗങ്ങളെ മറികടക്കാനുള്ള കൃപ നൽകണമേ. പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മറ്റ് ഭാരങ്ങൾ, ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും മറികടക്കാനുള്ള ബലം നൽകണമേ.
തിരുവചനം ധ്യാനിക്കുന്നതിലൂടെയും വായിക്കുന്നതിലൂടെയും അവിടുന്ന് ഹൃദയമായി ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതം കൂടുതൽ ഫലകരമാകാൻ, ആശ്വാസപ്രദമാകാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും തിരുസാന്നിധ്യത്തിൻ്റെ നിറവ് പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ വർഷം കർത്താവ് ദാനമായി നൽകുമാറാകണമേ. യേശു മശിഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ആശ്വാസവും ധൈര്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.